ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ മനസ്സിൽ ഫുള്ള് വിഷമങ്ങൾ മാത്രമല്ല കേട്ടോ. തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് വരുന്ന സമയത്ത് പെട്ടെന്നുള്ള യാത്രയായിരുന്നു. അപ്പോൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ വരാൻ നിൽക്കുന്നത്. ജനറലാണെങ്കിൽ പറയണ്ട, ഞാൻ മാത്രമേ ഉള്ളൊരു ഗേളായിട്ട്, ബാക്കി എല്ലാവരും ബോയ്സ്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ എൻ്റെ ഒപ്പം എൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ പറഞ്ഞു, ഈ കത്തി മതി മോളെ നിൻ്റെ കയ്യിൽ, നിന്നെ ഇതൊന്നും പേടിക്കാനില്ല, നീ ധൈര്യമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഇത് കുഞ്ഞു മോനെ 20 വയസ്സുള്ള അവൻ നോക്കട്ടെ ചേട്ടാന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയൊക്കെയോ അത് വെച്ചിട്ട് കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും സ്ട്രേഞ്ചേഴ്സ്, നമ്മൾ പെട്ടെന്ന് തന്നെ പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ ഈ മാല കണ്ടിട്ട് ഞാൻ ഈ മാലേനെ പറ്റിയിട്ട് എന്തൊക്കെയൊക്കെയോ ചോദിച്ചുകൊണ്ടിരുന്നു. അവനാണെങ്കിൽ ഞാൻ ക്യാമറ ഓണാക്കി ചോദിക്കുന്നുണ്ട് ഫുള്ള് ചിരിയായിരുന്നു. അപ്പോൾ ആ യാത്രേൻ്റെ ഇടയിൽ ജസ്റ്റ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ എല്ലാവരും ഇവിടെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് ടൈം ആ നൈറ്റ് ഞാൻ കയറുന്നത്. എല്ലാവരും ഇവിടെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ആരും എനിക്കറിയാൻ പാടില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മളെല്ലാവരും കമ്പനിയായി. എനിക്ക് ഇവരായിരുന്നു പ്രൊട്ടക്റ്റേഴ്സ്. എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് പേടി, ഇവരെ കഴിഞ്ഞിട്ട് ഇവരത്രയ്ക്കും എന്നെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചായ എല്ലാം കുടിച്ച് ട്രെയിനിൽ നിന്ന് പിന്നെ ഇങ്ങനെ നോർമലി നേരം പരപരാന്ന് പലരാൻ തുടങ്ങി. രാത്രിയെല്ലാം കഴിഞ്ഞ് പിന്നെ അതോ പെലർന്ന് മീൻസ് ഞാൻ വെറുതെ ഡയലോഗ് അടിച്ചതാണ്. രാവിലെയായി. അപ്പോഴാണ് മനസ്സിലുള്ള വീണ്ടും ആ വേദനകളെല്ലാം. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന വേദനകളെ നമുക്ക് ലൈഫിലുണ്ടാവും എന്നുള്ളത് ഞാൻ എവിടെയോ കേട്ട പരിചയമുണ്ട്. അത് വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ ഓക്കെ ആക്കി. അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ നേരെ വിട്ടു ബസ് സ്റ്റാൻഡിലോട്ട്. പിന്നെ അങ്ങനെ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.